നമസ്കാരം. ഒരു ബ്രസീലിയൻ സ്ട്രീറ്റ് ഫുഡായ ഒക്സീന ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. അതിൽ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്ത് വെക്കുക. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് വാമാകുമ്പോൾ അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലെഗ് ഇതിനോടുകൂടി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ബട്ടറിൽ വെക്കുമ്പോൾ 2 സൈഡും ഓരോ 2 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ നല്ല ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൂടെ ചിക്കനിലേക്ക് ഇറങ്ങും. ഒരു 3 വെളുത്തുള്ളി, 2 സർവ്വസുഗന്ധിയുടെ ഇല, ഒരു ക്യാരറ്റ്, 2 ടീസ്പൂൺ ഉണങ്ങിയ കുരുമുളക്, ചെറിയ ഉള്ളി പീസുകളാക്കി മുറിച്ച് ഇടുക. 2.5 ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കുക. ഇനി അത് മൂടി വെച്ച് നമുക്ക് 20 മിനിറ്റ് വേവിക്കണം. തിളച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിപ്പം ഹിമാലയ സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് സോൾട്ടാണ് നല്ലത്. 25 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് ചിക്കൻ ആദ്യം ഈ ചിക്കൻ ജ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ ചിക്കൻ ജ്യൂസോ ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ ബ്രോത്തോ എന്തുവേണം നമുക്ക് പറയാം, ഇതൊന്ന് എടുത്ത് മാറ്റണം. വേറൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചിക്കൻ സൂപ്പ് അതിൻ്റെ പീസുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് അതേ പാത്രം തന്നെ എടുത്ത് വെക്കുക. അതിലേക്ക് 2.5 ഗ്ലാസ് ചിക്കൻ സൂപ്പ് അളന്നൊഴിക്കുക. അത്രയും തന്നെ പൊടിയും 2.5 ഗ്ലാസ് പൊടിയും എടുത്ത് ഇതിനകത്ത് നന്നായിട്ട് നമ്മൾ ഡോ ഉണ്ടാക്കിയെടുക്കണം. അത് തീയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ചിക്കനിലെ സ്കിന്നുകളെല്ലാം എടുത്ത് മാറ്റുക. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണം. അതിന് ചിക്കൻ പീസ് തന്നെ ആക്കണം. ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ചിരണ്ടി ഇടുക. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അത് നല്ല ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. അതങ്ങനെ പറ്റിയില്ലെങ്കിൽ ഫോർക്കില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കൈക്കായാലും ചെറുതായി ഷ്രെഡഡ് ആയിട്ട് എടുത്താൽ ചെറിയ പീസാക്കി എടുക്കുക. ഈ ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം. 50 ഗ്രാം ബട്ടർ അത് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സോട്ടാകുമ്പോഴത്തേക്കും മുളക് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഒരു അരയുള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഏകദേശം 1 കപ്പ് ഉള്ളിയുണ്ട്, അത് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കൊറിയാണ്ടർ അല്ലെങ്കിൽ പാഴ്സലി വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെല്ലാം നമുക്ക് ഇഷ്ടം കൊറിയാണ്ടർ ആണെങ്കിൽ കൊറിയാണ്ടർ ഉപയോഗിക്കാം. അതല്ല കറി ലീഫ് എന്ന് വെച്ചാൽ ഏതാണ് നമുക്ക് മോർ ഫ്ലേവറബിൾ ആയിട്ടുള്ള അതങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ഫ്ലേവർ ഇപ്പോൾ തന്നെ വരുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ ഒരു മടിപ്പും വിചാരിക്കേണ്ട. ഇച്ചിരി നാരങ്ങ അതിനകത്ത് പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ. 2 മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ 3 മുട്ട അടിച്ചെടുക്കുക. കാരണം നമുക്ക് തികയാതെ വരണ്ട. നമ്മളുണ്ടാക്കിയ ഡോ ഇച്ചിരി തണുത്തതിന് ശേഷം അത് ചെറിയ ബോളുകളായിട്ട് പോയി അത് ഏകദേശം ഒരു ഗോൾഫ് ബോളിൻ്റെ സൈസിൽ ചെറുതായിട്ട് പിടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത് തന്നെ ചപ്പാത്തിയിൽ പൂരി ഉണ്ടാക്കാനുള്ള സൈസിലുള്ള രീതിയിൽ നമുക്ക് ഉരുട്ടി സൈഡിൽ വെക്കാം. ഇനി അവസാനത്തെ മിനുക്കുമണിയാണ് ഇതിൽ നമ്മുടെ ചിക്കൻ മസാലയിലേക്കുള്ള. അതിലേക്ക് നമ്മൾ ക്രീം ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ടേസ്റ്റിനായിട്ടുള്ള ക്രീം ചീസ്, പിന്നെ നമ്മുടെ ടേസ്റ്റ് ചീസ്. ക്രീം ചീസിനേക്കാൾ ഞങ്ങളുടെ ടേസ്റ്റ് ചീസാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. ആ ടേസ്റ്റ് ചീസും കൂടെ അതിനോട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്രീം ചീസും ടേസ്റ്റ് ചീസും കുറേശ്ശം ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ബാക്കി മിച്ച് പിരിക്കുന്ന നാരങ്ങയും കൂടി ഒഴിച്ച് കൊടുത്തേക്കുക. കളയണ്ട, ഇച്ചിരി പുളിയൊക്കെ നല്ലതാണ്. അടിപൊളി സ്മെല്ലുമാണ്.
നമുക്ക് ഡോ ഉണ്ടാക്കേണ്ട രീതിയാണ്. ഇത് നമ്മൾ സാധാരണ ഉണ്ട ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണഗതിയിൽ മിക്സ് വെക്കുകയല്ലേ നമ്മൾ തേങ്ങയൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഉണ്ട ഉണ്ടാക്കിയിട്ട് അതിന് നടുക്കേക്ക് ഈ മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. അതിന് മുകൾ ഇത്തിരി കൂർത്തിരിക്കണം. അത് ഒരു ചിക്കൻ ലെഗ്, ചിക്കൻ തൈ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു വാട്ടർ ഡൂപ്പ് പോലെ ആക്കി എടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരുപാട് സ്കില്ലൊന്നും വേണം. നമുക്ക് സാധാരണ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്ന രീതി തന്നെയാണ്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എണ്ണ തീയെ വെച്ച് ചൂടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ബോളുകൾ നമ്മളിനി അത് ആദ്യം മുട്ടയ്ക്കകത്ത് നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ച് ബ്രെഡ് ക്രംസ് അതിലും ഒന്നും കൂടെ മുക്കുക. നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം എണ്ണ ചൂടാകാൻ വരാൻ എടുക്കുന്ന സമയത്തിന് നമുക്കങ്ങനെ മിക്സ് ചെയ്ത് ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ഇപ്പോൾ, കാരണം അത് സോഗിയായി പോകും. അതുകൊണ്ട് ഏകദേശം എണ്ണ ചൂടാകാറാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂടി കിടക്കാൻ പാകത്തിനുള്ളത് മതി കേട്ടോ എണ്ണ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണ വേസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു 2, 4, 6 നമ്മൾ ഇന്നൊരു 6 എണ്ണമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 6 കൂടുതലും വീഴും. കാരണം ഇതിനകത്ത് ചിക്കനും സെപ്പറേറ്റ് വേവിച്ചതാണ്. ഡോ ആയാലും നമ്മളൊന്ന് സെപ്പറേറ്റ് വേവിച്ചത് ഒരുപാട് സമയം എടുക്കില്ല. ഇത് ഏകദേശം അതിൻ്റെ കളറൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. ഇരിക്കുന്നുണ്ട്, എന്ത് രസമാണ് കണ്ടോ. കോഴിമുട്ട ഇരിക്കുന്ന പോലെയുണ്ട്. പുറത്തുനിന്ന് കാണാനുണ്ടല്ലോ, എനിക്കൊന്ന് വീഡിയോ കാണുന്നേക്കാൾ നല്ല രസമാണിത് കാണാനായിട്ട്. ഓഹോ, കണ്ടിരിക്കുന്ന ഇരിപ്പ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സാധനം. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. പിള്ളേരൊക്കെയും വന്നിട്ടുണ്ട്. സംഭവം സൂപ്പറാണ് കേട്ടോ. പിള്ളേർ വന്ന് കഴിയുമ്പോൾ എങ്ങനെ കഴിക്കുന്നു. ഒരു മുഖത്ത് നോക്കിയാൽ എന്ത് രസമാണ്. നല്ല സന്തോഷത്തിൽ. They taste nice. I like the cheese in it along with the duck, and the cheese and the cream cheese makes the thing taste really nice. And the crispy flavor, crispy outlining of the dough makes it taste even better. I love how crunchy this is. It tastes wonderful, and I love how there's lots of spices in this. And yeah, I really love it. കുഷീന ഉണ്ടാക്കിയിട്ടുണ്ട്. പിള്ളേർ വളരെ നന്നായി എന്നാണ് പറഞ്ഞത്. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഷേപ്പ് തന്നെ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള സാധനം. ഒരു നമ്മുടെ എന്താ പറയുക, ചിക്കൻ ലെഗ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ എന്താ വാട്ടർ ഡ്രോപ്പ് പോലെ. ഇങ്ങനെ നമ്മളത് കഴിച്ചു നോക്കാവേ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഈ സാധനം കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എക്സാക്ട്ലി ടേസ്റ്റ് എന്നാണ് നമുക്കറിയത്തില്ല. പക്ഷേ ഏകദേശം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ചീസി ടേസ്റ്റ്. സംഭവം അടിപൊളിയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.